സംസ്ഥാനത്ത് പ്രഖ്യാപിത വൈദ്യുതി നിയന്ത്രണം SMS വഴി ഉപഭോക്താക്കളെ അറിയിക്കും. പീക്ക് ലോഡ് മാനേജ്മെന്റ് എന്ന പേരിൽ 15 മിനിറ്റ് മുതൽ 30 മിനിറ്റ് വരെയാണ് നിയന്ത്രണം ഉണ്ടാകുക. അർജുൻ രാജ് വിവരങ്ങളുമായി ചേരുകയാണ്. അർജുൻ, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി ഇത്തരത്തിൽ അപ്രഖ്യാപിത വൈദ്യുതി നിയന്ത്രണം ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ഇത് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. വൈദ്യുതി ഉപഭോഗം അത്രമാത്രം കൂടുന്നത് കൊണ്ടാണോ ഇത്തരത്തിലൊരു നിയന്ത്രണത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്? എന്താണ് ഇക്കാര്യത്തിൽ വൈദ്യുതി ബോർഡ് പറയുന്നത്? സ്വാതി, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സംസ്ഥാനത്ത് അപ്രഖ്യാപിതമായി വൈദ്യുതി നിയന്ത്രിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് രാത്രി സമയങ്ങളിൽ 15 മിനിറ്റ് തൊട്ട് 30 മിനിറ്റ് വരെ വൈദ്യുതി പലയിടങ്ങളിലും വ്യാപകമായി പോകുന്നുണ്ട്. വൈദ്യുതി ഉപയോഗം കൂടിയതുകൊണ്ടാണ് അത്തരത്തിലുള്ള നിയന്ത്രണം എന്നാണ് KEB വിശദീകരിക്കുന്നത്. പക്ഷേ ഏതെങ്കിലും തരത്തിൽ ജനങ്ങൾക്ക് ഒരു അറിയിപ്പ് ഇത് സംബന്ധിച്ച് ഉണ്ടാകുമായിരുന്നില്ല. എപ്പോഴാണ് കറണ്ട് പോകുക എന്നുള്ള കാര്യത്തിൽ ആളുകൾക്ക് അറിയാത്ത സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ KEB തീരുമാനിച്ചിരിക്കുന്നത് SMS വഴി ജനങ്ങൾക്ക് ഈ സന്ദേശം മുൻകൂട്ടി അറിയിക്കും എന്നുള്ളതാണ്. അതായത് ഇത്ര മണിക്ക് കറണ്ട് പോകുമെന്ന് മുൻകൂട്ടി SMS വഴി ഉപഭോക്താക്കളെ അറിയിക്കാനാണ് KEB തീരുമാനിച്ചിരിക്കുന്നത്. പീക്ക് ലോഡ് മാനേജ്മെന്റ് എന്ന പേരിലാണ് ഈ നിയന്ത്രണം ഉണ്ടാവുക. നമുക്കറിയാം, മുൻപൊക്കെ ഇത്തരത്തിലുള്ള SMS വഴി ഈ വിവരങ്ങൾ അറിയിച്ചിരുന്നു. പ്രത്യേകിച്ച് ഈ മരങ്ങൾ വെട്ടിമുറിക്കുന്നത് ഉൾപ്പെടെയുള്ള പ്രവൃത്തികൾ നടക്കുന്ന പകൽ സമയങ്ങളിലൊക്കെ കറണ്ട് പോകുന്നത് മുൻകൂട്ടി തലേന്നൊക്കെ SMS വഴി അയക്കുന്ന സംവിധാനം KEBക്ക് ഉണ്ടായിരുന്നു. അതാണിപ്പോൾ ഈ വൈദ്യുതി നിയന്ത്രണത്തിൽ നടപ്പാക്കാൻ പോകുന്നത്. 15 മിനിറ്റ് മുതൽ 30 മിനിറ്റ് വരെയൊക്കെയാണ് സംസ്ഥാനത്ത് ഇപ്പോൾ രാത്രി സമയങ്ങളിൽ ഈ കറണ്ട് പോകുന്നത്. അത് മുൻകൂട്ടി SMS വഴി അറിയിക്കും എന്നാണ് KEB അറിയിക്കുന്നത്. അങ്ങനെ അപ്രഖ്യാപിതമായിരുന്ന വൈദ്യുതി നിയന്ത്രണം ഒരു തരത്തിൽ പ്രഖ്യാപിക്കപ്പെടുന്നു എന്ന തരത്തിലേക്ക് കാണാം. അമിതമായിട്ടുള്ള വൈദ്യുതി ഉപഭോഗം സംസ്ഥാനത്ത് ഉണ്ട് എന്നാണ് KEB പറയുന്നത്. അത് ആ രീതിയിൽ പോകുകയാണെങ്കിൽ ഓവർലോഡ് ആകും. ഈ KEBയുടെ പല സംവിധാനങ്ങളും ഇത്രയും ശേഷി വഹിക്കാൻ കഴിയുന്നതല്ല. പ്രത്യേകിച്ച് ട്രാൻസ്ഫോമറുകളൊക്കെ ഈ അമിതമായി വൈദ്യുതി പോയി കഴിഞ്ഞാൽ കത്തിപ്പോകാനും സാങ്കേതികമായ തകരാറുണ്ടാകാനൊക്കെ സാധ്യതയുണ്ട്. അത് പരിഹരിക്കാനാണ് ഈ വൈദ്യുതി നിയന്ത്രണം എന്നാണ് KEB പറയുന്നത്. അത് പക്ഷേ മുൻകൂട്ടി അറിയിക്കാതെ പോകുന്നതിൽ വലിയ വിമർശനമൊക്കെ ജനങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു. അതിലാണ് ഇപ്പോൾ ഒരു വ്യക്തത വരുത്തിയിരിക്കുന്നത്. ഇനി തൊട്ട് SMS വഴി അത്തരം വിവരങ്ങൾ നൽകും എന്ന് KEB വ്യക്തമാക്കുകയാണ്. ശരി അർജുൻ, എന്തായാലും അപ്രഖ്യാപിത വൈദ്യുതി നിയന്ത്രണത്തിലേക്ക് സംസ്ഥാനം കടക്കുന്നു. അത് SMS വഴി അറിയിക്കും ജനങ്ങളെ, ഉപഭോക്താക്കളെ എന്നുള്ളതാണ് ഇപ്പോൾ ബോർഡ് അറിയിച്ചിരിക്കുന്നത്. ആ വിവരങ്ങളാണ് അർജുൻ നൽകിയത്.